ഷെയറേ, ഓ അപ്പൊ ഇന്ന് നമ്മൾ പുണ്യമക്ക എന്ന റൗണ്ടില് ഷെയർ ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഇന്ന് ആയിരം കാതമകലെ. ആഹാ, നല്ല അടിപൊളി സെലക്ഷൻ ആണ്. കേക്ക്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത പോലെ പാട് ഷെയറേ, ഓക്കെ ഗംഭീരാവണം. ഓക്കെ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ പോ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ പോ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടിയോരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങളെന്നുടെ കരളിലെ കരകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ പോ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മാക്കാ മനസ്സിൽ പോ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടിയോരെല്ലാം. സാഫല്യം നേടിയോരെല്ലാം. സാഫല്യം നേടിയോരെല്ലാം. ഷെയറേ, ഓ എന്താണ് എന്താണ് അൻവർക്ക? ഷബ്നം സാധിച്ചിരിക്കുന്നു. അത് സത്യം സത്യം. നന്നായി ഷഹീറ, ഉഗ്രനായിട്ട് പാടി. ഇത് MK അർജുന മാഷാണ് സംഗീതം, അതെ, ദാസേട്ടൻ പാടിയതാണ്. ഹർഷബാഷ്പം എന്നുള്ള സിനിമയാണ് ഈ പാട്ട്. മിക്കവാറുമുള്ള മുസ്ലിം പ്രോഗ്രാംസിലൊക്കെ, അല്ലാത്ത പ്രോഗ്രാംസും ഉണ്ട് കേട്ടോ, ചില പ്രോഗ്രാംസിനൊക്കെ ആദ്യം പാടുന്നത് ഈ പാട്ടാണ്. എത്രയോ കാലം, എനിക്കൊന്ന് KG മാർക്കോസ് ചേട്ടനൊക്കെ നമ്മൾ അവിടെയൊക്കെ വരുമ്പോൾ ആദ്യം പാടുന്നത് ഫസ്റ്റ് സോങ് ആയിരം കാതമകലയാണെങ്കിൽ എന്നുള്ളത് നല്ല ഭക്തിയുടെ ഒരു പാരമ്യത്തിലുള്ള ഒരു സുന്ദരമായ പാട്ടാണ്. മക്കയെക്കുറിച്ചുള്ള ഉഗ്രൻ രചനയാണ്. അപ്പോൾ അത് വളരെ മനോഹരമായൊരു പാട്ട്, മനോഹരമായ ട്യൂൺ, ദാസേട്ടൻ പാടിയ പാട്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള വലിയ ലെജൻസ് ഉൾപ്പെട്ട ഒരു ഒരു സംരംഭമാണ് ഈ പാട്ട്. അപ്പോൾ അത് ആയിരം കാതമകലയാണെങ്കിലും ആ സ്ഥലങ്ങൾ ആണെങ്കിലും ആണ് എന്നിരുന്നില്ലേ, ഒരു അല്പം ഹറിവറി ആയിപ്പോയതോ ഒരു ഫീല് വന്നു കേട്ടോ. അകലയാണെങ്കിലും കറക്റ്റായി വരാത്തതുപോലെ തോന്നി, എൻ്റെ തോന്നലാണെന്ന് അറിഞ്ഞു. അല്പം സ്പീഡ് 4-ാം കാലത്തിൽ പാടിയെന്നാണ് പറയണേ. അപ്പൊ അങ്ങനത്തെ ചെറിയ അവിടെ മാത്രം അത് ഞാൻ അവിടെ സ്ലോ ആക്കണ്ട വിചാരിച്ചു. ദാസേട്ടനെ കേട്ട പാടം അല്ല അങ്ങനെ ആയിരിക്കാം പാടിയത്, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റാക്കി പാടാമല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര പെർഫെക്റ്റായിട്ടായിരിക്കും ദാസാർ പാടിയത്. അപ്പോൾ നമ്മൾ പാടും ചിലപ്പോൾ ദാസാർ പാടിയ അതേ തിങ്സ് അതുപോലെ ചിലപ്പോൾ പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന വരുന്നത്. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സിമ്പിളാക്കി പാടിയാലും നന്നാവും എന്ന് പറയുമായിരുന്നു. ഒരു സാധ്യതയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയും ചില സാധ്യതകളുണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ. ബാക്കി മായാതെ മനസ് മാനീണ്ടു സഹീർ പാടുമ്പോൾ മായാതെ മാ നീണ്ടു പോകും പോലൊരു ഫീല് എനിക്ക്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വരും. മായാതെ അപ്പം മാക്ക് നീട്ട് ആവശ്യത്തിന് നീട്ട് വരികയും ചെയ്യും, ബട്ട് വരാത്തതുപോലൊരു ഫീല് നമുക്ക് കിട്ടും. മായാതെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ വല്ലത്? മനസ്സിലായി. ഷെഹർ പാടിയപ്പോൾ മായാതെ അങ്ങനെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത് ശരിയാണോ? ആവണം അല്ലേ? നിന്റെ യൂഷ്വലി നിന്റെ വോയിസിലുള്ള ഫീല് പക്കായിരുന്നു, കിടുവായിരുന്നു. താങ്ക് യു സോ മച്ച് അൻവർ ഖാൻ. ഷബ്നം. ഷഹീർ, നേരത്തെ എന്നോടുള്ള വാശിക്ക് എന്തായാലും നീ കൃത്യമായിട്ട് പാടി. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി പറയട്ടെ. ബിലാലിൻ സുന്ദര ബാങ്കുലികൾ എന്ന് പറയുന്ന അത് നിന്റെ ആ ഒരു പവർഫുൾ, ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ബോൾഡായിട്ടുള്ള ഒരു വോയിസിലാണ് അത് പാടിയത്. എനിക്ക് അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ഭയങ്കര സന്തോഷം വന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു ആ ഒരു ലൈൻ. ബാക്കിയെല്ലാം നന്നായിരുന്നു, ഞാൻ പറഞ്ഞതാണ്. ആ ഒരു ലൈനിൽ നിന്റെ ആ ഒരു ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ, അത് വന്നു, ആ ഒരു പവർ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്.